നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ പറഞ്ഞ ഈ വാചകങ്ങൾ ഈ മതിൽക്കെട്ടിനകത്ത് സംസാരിക്കരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? മനസ്സിലുള്ളത് വാക്കുകളായി പുറത്തേക്ക് വന്നിട്ട് അത് ഇവിടെ ആരുടെയെങ്കിലും ചെവിയിലേക്ക് എത്തിയാ എന്താ സംഭവിക്കുന്നതെന്നറിയോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. കൂടുതൽ നേരം നമ്മൾ തമ്മിൽ സംസാരിച്ച സച്ചേണ് വല്ല സംശയം തോന്നിയാലോ? ശരി, ഞാൻ വിളിക്കാവേ. ശരി. ഇതാണ് അഡ്വക്കേറ്റ് വിജയലക്ഷ്മി. കാര്യങ്ങളൊക്കെ മാഡത്തിനോട് അവന്തിക മാഡം പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. കേട്ടിടത്തോളം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണിത്. പരാതിക്കാരില്ലാതെ പോലീസ് സ്വയമേ കേസെടുത്തത് കൊണ്ട് നമുക്ക് പരമാവധി ശ്രമിക്കാം. ശ്രമിച്ചാ പോരെ വക്കീലേ, എനിക്ക് ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടാത്ത രീതിയിലാ പോലീസ് ധനുഷിനെതിരെ FIR ഇട്ടിരിക്കുന്നത്. അതിലൊരു മർഡർ കേസ് കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ആ മർഡർ കേസ് മറ്റൊരാൾ ഏറ്റെടുക്കുകയും അതിലയാൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് കോടതിയിൽ നിലനിൽക്കില്ല. പിന്നെയുള്ളത് ആൾമാറാട്ട കേസാണ്. വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ധനുഷ് അല്ലെന്നും ഷാഹിർ മുഹമ്മദ് ആണെന്നും നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. അതിന് സാക്ഷികളുണ്ട്. ആ വിവാഹത്തിന് വന്ന ആരൊക്കെയാണ് സാക്ഷികൾ? അവരെ കണ്ട് സ്വാധീനിച്ച് നമ്മുടെ പക്ഷത്താക്കണം. പിന്നെ മുസ്ലിം മതത്തിലായിരുന്ന താങ്കൾ മതം മാറിയതും ഷാഹിർ മുഹമ്മദ് എന്ന പേര് മാറി ധനുഷ് എന്ന പേര് സ്വീകരിച്ചതിനും കോടതിയിൽ തെളിവ് കാണിക്കണം. ഏതെങ്കിലും ഒരു പേപ്പർ കട്ടിങ്ങും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പേപ്പറും മതി അതിന്. അത് സംഘടിപ്പിക്കണം. അത് സംഘടിപ്പിക്കാം മാഡം. പിന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് കാണണം. ഒരു സർട്ടിഫിക്കറ്റിലും ഒറിജിനൽ പേര് വരാതെ നോക്കുകയും വേണം. കോടതിയിൽ വരുമ്പോ ഒരു കാരണവശാലും ഒന്നും മാറ്റി പറയരുത്. അവിടെ എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ അതുപോലെ നടന്നാൽ ജാമ്യം കിട്ടും. ഇന്നോ നാളെയോ എന്റെ സ്റ്റാഫ് ആരെങ്കിലും വരും. അപ്പോ വക്കാലത്തിൽ സൈൻ ചെയ്ത് തന്നാ മതി. നാളെ തന്നെ ജാമ്യാപേക്ഷ കൊടുക്കാം നമുക്ക്. ശരി മാഡം. മാഡം ഈ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്യാം. 15-ാം ദിവസം എന്നെ പുറത്തിറക്കി തന്നാൽ മാത്രം മതി. മാഡം, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. ശമ്പളത്തിന്റെ അഡ്വാൻസ് ആണോ? ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ശമ്പളം നിശ്ചയിച്ചിട്ട് പറയാം. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ 1-2 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് തരാൻ ഞാൻ അക്കൗണ്ടന്റിനോട് പറയാം. ഞാൻ ശമ്പളത്തിന്റെ കാര്യമല്ല മാഡം പറഞ്ഞത്. പിന്നെ മാഡം എനിക്ക് കുറച്ച് പൈസ തരണം. എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ തീർക്കാനുണ്ട്. തനിക്ക് കടം തീർക്കാൻ ഞാനെന്തിനു പൈസ തരണം? കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചോ വല്ല ചിട്ടി അടച്ചു തീർത്തോ താൻ തന്നെ കടം തീർക്കണം. മാഡം പറഞ്ഞ ഒരു ആവശ്യം ഞാൻ സമ്മതിച്ചു തന്നില്ലേ? അപ്പോ എന്റെ ആവശ്യവും മാഡം നടത്തി തരണം. കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മതി. ഇപ്പൊ പറഞ്ഞ ഈ വാചകങ്ങൾ ഈ മതിൽക്കെട്ടിനകത്ത് സംസാരിക്കരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? മനസ്സിലുള്ളത് വാക്കുകളായി പുറത്തേക്ക് വന്നിട്ട് അത് ഇവിടെ ആരുടെയെങ്കിലും ചെവിയിലേക്ക് എത്തിയാ എന്താ സംഭവിക്കുന്നതെന്നറിയോ?
ഇതൊക്കെ മേഡം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ? ഞാൻ മേഡത്തിനോട് കുറച്ച് പൈസ ചോദിച്ചു. അത് തരാന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. തനിക്ക് എത്ര രൂപ ആവശ്യം? തൽക്കാലം 1 ലക്ഷം രൂപ മതി. 1 ലക്ഷം രൂപയോ? അതൊന്നും പറ്റില്ല. ഒന്നാമത് ഞാൻ തനിക്ക് കാശ് തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ഡീൽ നിന്റെ കുഞ്ഞിനെ മുൻനിർത്തിയാ. അത് ഞാൻ അതേപോലെ പാലിച്ചിട്ടുമുണ്ട്. പിന്നെ ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ 1000-ഓ 2000-ഓ തരാന്നല്ലാതെ 1 ലക്ഷം രൂപയൊക്കെ വെറുതെ തരുന്നത് പോയിട്ട് കടമായിട്ട് തരാനുള്ള ബന്ധം പോലും നമ്മുടെ ഇടയിലില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയാം. ക്യാഷ് ഞാൻ തരില്ല. ഇനി മേലിൽ ഇതുപോലെ ചോദിച്ചോണ്ട് വരികയും ചെയ്യരുത്. അങ്ങനെയാണ് മേഡം പറയുന്നതെങ്കിൽ എനിക്ക് ഇവിടുത്തെ ജോലി വേണമെന്നില്ല. സേതു സാറിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ കാര്യസ്ഥ പണിയും ഡ്രൈവർ പണിയും മതിയാക്കാൻ പോവാ. അതൊക്കെ ശിവരാമന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ ഞാൻ അഭിപ്രായം പറയാൻ വരുന്നില്ല. തനിക്ക് എപ്പോ വേണേലും ഇവിടുന്ന് പോവാം. ഞാൻ പോകുമ്പോഴേ ഇവിടെ ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത്. എന്റെ മോളും കാണും എന്റെ കൂടെ. എന്റെ മകളെ എന്നോടൊപ്പം വളർന്നാ മതി. എന്നിട്ട് ഇപ്പോ എന്റെ വീട്ടിലുള്ള കുഞ്ഞിനെ അതിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയുടെ അടുത്തുകൊണ്ടാക്കാം. കാരണം എനിക്കിപ്പോ 1 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. അത് തരാൻ പറ്റില്ലെന്ന് മേഡം പറഞ്ഞു കഴിഞ്ഞു. ഇനി തരാം. താൻ ഇപ്പൊ പറഞ്ഞ ഭീഷണിയുടെ വിലയായി 1 ലക്ഷം രൂപ ഞാൻ തരും. പക്ഷേ എപ്പോഴും ഇത് താൻ പ്രതീക്ഷിക്കരുത്. എനിക്ക് അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത്. ഞാൻ മേഡത്തിന് ചെയ്ത ഉപകാരത്തിനുള്ള പ്രതിഫലത്തിന്റെ അഡ്വാൻസ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അഡ്വാൻസോ? അപ്പോ ഇനിയും വന്ന് ചോദിക്കുന്നില്ലേ താൻ ആ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യന്റെ കാര്യമല്ലേ മേഡം, അത്യാവശ്യങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നാ ശരി മേഡം. അവന്തയ്ക്ക് വേണ്ടി പുള്ളി എന്തുപകാരം ചെയ്ത കാര്യം അവൻ പറഞ്ഞത്. എന്തായാലും ജോലി അന്വേഷിച്ച അയാൾ ഇവിടേക്ക് വന്നത് വെറുതെ അല്ല. അതറിയണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.